നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക്കിനോട് തോറ്റു പുറത്തായ ശേഷം റയൽ മാഡ്രിഡിൻ്റെ അടുത്ത മത്സരം നാളെയാണ്. ലീഗയിൽ അവർ അലാവസുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. കളിക്ക് മുന്നോടിയായിട്ട് അൽവാരോ ആർബിലോവ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് മാധ്യമങ്ങളെടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മോഡ്രിച്ച്, ക്രൂസ്, നാച്ചോ ഇങ്ങനെയുള്ള ലീഡേഴ്സ് ഉണ്ടായിരുന്നു റയൽ മാഡ്രിഡ് ടീമിൽ. ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ? അങ്ങനെയുള്ള ലീഡേഴ്സ് ഉണ്ടോ എന്ന ചോദ്യം. ആർബിലോവയുടെ മറുപടി, നമുക്ക് ലീഡേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും വളരെ വളരെ യങ് സ്ക്വാഡാണ്. കഴിഞ്ഞ സീസണുകളെയൊക്കെ അപേക്ഷിച്ച് ഇത്തവണത്തെ സ്ക്വാഡ് വളരെ യങ് സ്ക്വാഡാണ്. ഒരുപാട് പ്ലെയേഴ്സിന് തീർച്ചയായിട്ടും മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ വളരെ പെട്ടെന്ന് തന്നെ അവരിൽ നിന്ന് വലിയ ഡിമാൻഡ് ടീം ആവശ്യപ്പെടുകയാണ്. പക്ഷേ നമുക്കൊരുപാട് ലീഡേഴ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. കർവാഹൽ ഇവിടെയുണ്ട്, അലാബ ഇവിടെയുണ്ട്, മിലിറ്റാവോ ഇവിടെയുണ്ട്, വാൽവെർദെ ഉണ്ട്, ബെല്ലിങ്ങാം ഉണ്ട്, എംബപ്പെ ഉണ്ട്, വിനീഷ്യസ് ഉണ്ട്. ഇവരൊക്കെ ലീഡേഴ്സ് തന്നെയാണ്. പക്ഷേ ഒരുപാട് യങ് പ്ലെയേഴ്സുമുണ്ട്. സോ ഈ ക്ലബിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ നമുക്ക് ആർക്കും അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദ്യം വരികയാണ്. നിങ്ങൾ മിഡ് സീസണിലാണല്ലോ കോച്ചായിട്ട് എത്തുന്നത്, അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം വരുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, തീർച്ചയായിട്ടും മിഡ് സീസൺ എന്ന് പറയുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഓൾറെഡി അവിടെ സ്ക്വാഡ് മുന്നോട്ട് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ കുറേ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനിടക്കാണ് ഈ ജോബ് ഏറ്റെടുക്കുന്നത്. ഏതായാലും അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. വരുന്ന മത്സരങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മത്സരങ്ങളായിട്ട് തന്നെ കണ്ട് മികച്ച പ്രകടനം നടത്തും എന്നുകൂടി അൽവാരോ ആർബിലോവ പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.